അമ്മേ, മനോജു സുചിത്രയുടെയും വിനുവേട്ടനൊന്നും വന്നില്ലേ? ഇല്ല മോളെ, സുചിത്രയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു. പ്രകാശിനെ പിടിച്ച് വരാതിരുന്നതാ. വിനു പാവം എന്തോ ജോലിക്ക് പോയി. വാ അച്ഛാ, വാ അമ്മേ. ആ, എല്ലാരും ഉണ്ടല്ലോ, വരണം. അവിടെ ഇന്ന് എങ്ങനെയാ? വാ. ഇതെങ്ങോട്ട് പിടിക്കും. അച്ഛനും അമ്മയൊക്കെ വന്ന സ്ഥിതിക്ക് പാലുകാച്ച ചടങ്ങ് നടത്തിക്കളയാം. എന്താ വന്നേ? ആ, അതും നല്ല തീരുമാനം. നിങ്ങൾ സംസാരിച്ചേക്ക്, ഞാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞു. കുറച്ച് പരിപാടി ബാക്കിയുണ്ട്. അപ്പോ ഞാൻ പരിപാടിയൊക്കെ തീർക്കട്ടെ. ശിവേ, ഇതങ്ങോട്ട് വെച്ചേക്കാം. അച്ഛാ, വീടും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ അച്ഛന്? പിന്നെ നല്ല സ്ഥലം, ചെറുതാണെങ്കിലും നല്ല വൃത്തിയുള്ള വീടും. മോളെ, ഇന്ന് നിന്റെ പക്കനാളാ. വിളിപ്പുറത്ത് അമ്പലത്തില് രാവിലെ നിങ്ങളുടെ 3 പേരുടെയും പേരില് പൂജ നടത്തി. പ്രസാദം സഞ്ചിയിലുണ്ട്. ആ, അത് നന്നായി. അപ്പൊ എന്തുകൊണ്ടും പാലുകാച്ചാൻ പറ്റിയ ദിവസമാണെന്ന്. ജഗ, വീട്ടിൽ നിന്നാരും വന്നില്ലേ? ഇല്ല. വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയില്ലെന്നേ ഉള്ളൂ. അതിനേക്കാൾ വലിയ വേദനയോടെ ഇറങ്ങി വന്നത്. തോറ്റു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അപ്പച്ചയുടെ മുമ്പില്. പോട്ടെ മോനെ. ഇല്ല, അവരുടെയൊക്കെ മുമ്പിൽ വന്ദനയ്ക്കും ദീമോൾക്കും ഒപ്പം തല ഉയർത്തി തന്നെ ജഗൻ ജീവിക്കും. ജഗ, പാല് അച്ഛനുള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ആദ്യം വന്ദന ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി ഈ പാല് ആ കലത്തിലേക്ക് ഒഴിക്കണം. ഈശ്വര. അച്ഛാ, അതേട്ടാ. വന്ദനേച്ചി, അടുപ്പ് എത്തിക്ക്.